വയനാട് പുനരധിവാസത്തിന് തന്റെ 1 മാസത്തെ ശമ്പളം പൂർണ്ണമായി നൽകി ശ്രീ രാഹുൽ ഗാന്ധി. വയനാട് പുനരധിവാസം നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. സ്റ്റേറ്റിന്റെ മാത്രമല്ല, ഓരോ വ്യക്തിയുടെയും, നമ്മളെന്ന ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഉത്തരവാദിത്തമാണ്. ശ്രീ രാഹുൽ ഗാന്ധി ഇന്ന് 2,30,000 രൂപ അദ്ദേഹത്തിന് MP ഫണ്ടിൽ നിന്ന് കിട്ടുന്ന സാലറിയായ 2,30,000 അദ്ദേഹം വയനാടിന്റെ റീഹാബിലിറ്റേഷന് വേണ്ടി, അവിടുത്തെ പുനരധിവാസത്തിന് വേണ്ടി അദ്ദേഹം ചെലവാക്കുകയുണ്ടായി. വയനാട് നമ്മുടെ നാടിന്റെ ബ്യൂട്ടിഫുൾ ആയ ഒരു പാർട്ടാണെന്നും വയനാടിന്റെ തിരിച്ചുവരവിന് വേണ്ടി ടൂറിസം അടക്കമുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യണമെന്നും വീണ്ടും റീബിൽഡ് ചെയ്യാൻ കഴിയണമെന്നും ഒക്കെ അദ്ദേഹം പറയുകയുണ്ടായി. സമാനമായി എല്ലാവരും അണ്ണാൻ കുഞ്ഞും തന്നാലായതെന്ന രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയണം. ഞാൻ നീഷ് കന്യാകുമാരി എന്ന യൂണിവേഴ്സിറ്റിയിൽ പോവുകയാണ്. അവിടെ വയനാട്ടിൽ നിന്നുള്ള ഒരുപാട് വിദ്യാർത്ഥികളെ ഫ്രീ ആയി സ്കോളർഷിപ്പിന് വേണ്ടി പഠിപ്പിക്കുന്നത് കണ്ടു. നമ്മൾ എല്ലാം ചെയ്യുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ വയനാട്ടിലെ എല്ലാം നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് വലിയൊരു കൈത്താങ്ങാകും. ആ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കണം. ഞാനും എന്നാൽ കഴിയുന്ന വിധം ഒരു ചെറിയൊരു തുക, രാഹുൽ ഗാന്ധി എനിക്ക് ഇഷ്ടമാണ്, അദ്ദേഹം പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന്റെ സൂചിപ്പിച്ചിരിക്കുന്ന അഡ്രസ്സിലേക്ക്, അതേപോലെ മുമ്പ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക്, ഇനി നിങ്ങൾ ഏത് വകയാണെങ്കിലും, അത് BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും, ഇനിയും ചീഫ് മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ട് ആണെങ്കിലും, ഇനിയും പ്രധാനമന്ത്രിയുടെ ഫണ്ടിന്റെ ഇതിലേക്കാണെങ്കിലും, ഇതെല്ലാം വരുമ്പോൾ നമ്മളാൽ കഴിയുന്ന ചെറിയ തുക, അത് എത്രയാണെങ്കിലും നമ്മൾ കൊടുക്കാൻ തയ്യാറാകണം. ആ തുകയുടെ പ്രാധാന്യം വലിപ്പത്തിലല്ല, പകരം നമ്മുടെ മനസ്സിലാണ്. യേശുക്രിസ്തു ഓട്ടക്കാലണ നൽകുന്ന ഒരു സ്ത്രീയെ കുറിച്ച് പറയുന്നുണ്ട്. ഒരുപാട് കയ്യിലുള്ളവൻ കുറച്ച് കൊടുക്കുന്നതിനേക്കാൾ തൻ്റെ കയ്യിലുള്ള ഏറ്റവും മീനിങ് ആയ ആ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ സംഭാവന നൽകാൻ ഒരു വ്യക്തിക്ക് കഴിയുമ്പോൾ അതൊരു പോസിറ്റിവിറ്റി ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. പലരും ഹേമ കമ്മിറ്റിയും അൻവർ കേസും ഒക്കെ വന്നത് കാരണം വയനാടിനെ മറന്നു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത്. വയനാട്ടിലെ ജനങ്ങൾക്ക് ഇപ്പോഴും റിലീഫിന് വേണ്ടി, റീഹാബിലിറ്റേഷന് വേണ്ടി ഉള്ള ഏറ്റവും പ്രധാന സ്റ്റെപ്പ് നടക്കുകയാണ്. റെസ്ക്യൂ കഴിഞ്ഞു, ഇനിയും റിലീഫും റീഹാബിലിറ്റേഷനും ഉണ്ട്. തീർച്ചയായും രാഹുൽ ഗാന്ധി വയനാടിനെ പിന്തുണച്ചതുപോലെ, രാഹുൽ ഗാന്ധിയുടെ കരുതൽ പോലെ, അല്ലെങ്കിൽ വ്യത്യസ്ത പാർട്ടികൾ നടത്തുന്ന എല്ലാ കരുതൽ യജ്ഞങ്ങൾക്കും കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, CPM വേറൊരു പാർട്ടി ഭേദമന്യേ പിന്തുണയ്ക്കാനും മറ്റും കഴിയട്ടെ. നമ്മുടെ പൂർണ്ണമായ സാലറി ഒന്നും സാധാരണക്കാർക്ക് കൊടുക്കാൻ കഴിയണമെന്നില്ല. കാരണം നമ്മുടെ എല്ലാ വീട്ടിൽ കുട്ടികളും കുടുംബവും ഒക്കെയുണ്ട്. നമ്മളാൽ കഴിയുന്ന ചെറിയൊരു തുക കൊടുക്കണം. ആ കൊടുക്കുന്നതിലാണ് കർമ്മം. അവിടെയാണ് മദർ തെരേസ പറയുന്നത്, ഹെൽപ്പിംഗ് ഹാൻഡ്സ് ആർ ആസ് ഹോളി ആസ് പ്രേയിങ് ലിപ്സ്, ഒരു പക്ഷേ മോർ ഹോളി ദാൻ പ്രേയിങ് ലിപ്സ്. സഹായിക്കുന്ന കരങ്ങളാണ് പ്രാർത്ഥിക്കുന്ന ചുണ്ടുകളേക്കാൾ മികച്ചത്. അങ്ങനെ വയനാടിനെ സഹായിക്കാൻ, നമ്മുടെ ജനതയും ലോകത്തിനെ സഹായിക്കാൻ നമുക്ക് കഴിയട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ജയ് ഹിന്ദ്.